ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ ഒരു വിഷയം വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ ഒരുപാട് ഫോൺ ഉപയോഗിക്കൽ കുറവാണ്. അതുപോലെ തന്നെ ജോലി സ്ഥലത്തും ഒരു 10-20 മിനിറ്റ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കാരണം അതിനൊക്കെ സമയമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അധികം ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ അത് നമ്മളിപ്പം ഒത്തിരിയും ഫോണും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ശ്രദ്ധ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അതാണ് കാണുന്നത്. നമ്മളെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവരുടെ മനസ്സിലേക്ക് റിഫ്ലക്ഷനും. അവരത് കണ്ടാണല്ലോ വളരുന്നത്. പാരൻസിൻ്റെ ആണ് അവർക്കൊരു മോഡലായിട്ട് വരേണ്ടത്. നമ്മളാണ് മോഡലാവേണ്ടത്. അപ്പം ഞാനൊരു ദിവസം എനിക്ക് കഴിഞ്ഞ 2 മാസങ്ങൾ കൊണ്ട് എനിക്ക് റീല് കാണൽ, ഒരു ജോലി കഴിഞ്ഞ് വന്നാൽ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മീൻസ് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കൊക്കെ ഉള്ളൊരു എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ നമ്മുടെ ലൈഫിൽ നിന്നുള്ളൊരു രീതിയിൽ ഞാനങ്ങനെ ഞാൻ മിക്കവാറും ബിസി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. കുക്കിങ്, ക്ലീനിങ്, അതുപോലെ തന്നെ പുറത്തെ ബില്ലുകൾ, കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമായിട്ട് പോവുകയും എടുക്കുകയൊക്കെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ലൈഫിൽ നിന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ തോന്നും. എപ്പോഴും അല്ല, ഇടയ്ക്ക്. അപ്പം ഞാൻ അതൊരു തുടർക്കഥയായിട്ട് കുറച്ച് ദിവസം ചെയ്തു. അത് നമ്മുടെ ബ്രെയിനിനത് അഡിക്റ്റ് ആവുമെന്നുള്ളതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. കാരണം ഞാൻ റീലിങ്ങനെ ഒരെണ്ണം കണ്ടു, അടുത്തത് കണ്ട് ഇങ്ങനെ തട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ഒരൊറ്റ ദിവസമാണെങ്കിൽ അടുത്ത ദിവസം അത് തന്നെ നമുക്ക് ആ ഒരു റിലാക്സേഷന് വേണ്ടി നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ വന്നിരിക്കാനുള്ളൊരു ഫീലിങ്സ് നമ്മളിലുണ്ടാകും. അതെനിക്ക് അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയപ്പം ഞാൻ തന്നെ അത് നിർത്തലാക്കി. മീൻസ് അത്യാവശ്യത്തിരിയൊക്കെ റീലൊക്കെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടേതായ പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് പിന്നെ ഞാൻ വരയ്ക്കും. ചിലപ്പോൾ ആ സമയമൊക്കെ ഞാൻ വരയ്ക്കും, കുറച്ച് റീഡ് ചെയ്യും. പിന്നെ എനിക്കിങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെറുതായിട്ട് ഇഷ്ടമാണ്. അതൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഇതിലേക്ക് ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒത്തിരി ഇത് ആക്റ്റീവാണ്. നമുക്ക് ഒത്തിരി നല്ലൊരു ഹാപ്പിനെസ്സും കൂടെയാണ് തരുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഇത് നമ്മളെ സോഷ്യൽ മീഡിയ നമ്മളെ യൂസ് ചെയ്യാൻ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾക്ക് അഫക്റ്റ് ചെയ്യും. അത് കുഞ്ഞുങ്ങളിലേക്ക് ഇത് ബാധിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ അവലിനോട് ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ മാത്രമല്ലേ എനിക്ക് വേറൊരാളോട് അത് ചെയ്യരുതെന്ന് പറയാനുള്ള അധികാരമുള്ളൂ. ഞാനിങ്ങനെ റീൽസ് കാണലും, ഞാൻ എപ്പോൾ നോക്കിയാലും കമ്പ്യൂട്ടറിലും ഫോണിലും എല്ലാം ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ശ്രദ്ധയില്ലാതെ ഈ കുടുംബത്തിൽ ഉത്തരവാദിത്വം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് താളം തെറ്റിൽ അനുഭവപ്പെടുന്നത്. അത് ശരിയല്ലേ? എനിക്ക് തോന്നുന്നത് അതാണോ. അപ്പം നമ്മൾ അമ്മമാർ ഒക്കെ ഒരു